ഓൾറൈറ്റ് 1 lakh റേഞ്ചിൽ നിങ്ങളൊരു നല്ല പി സി ബിൽഡ് നോക്കുന്നുണ്ട്, ഗെയിമിംഗ്, സ്ട്രീമിംഗ്, എഡിറ്റിംഗ്, റെൻഡറിംഗ്, ഓൾമോസ്റ്റ് ഓൾ റൗണ്ട് പർപ്പസിന് നല്ലൊരു പി സി നോക്കുന്നുണ്ടെങ്കിൽ ഈ പി സി സ്പെക്ക് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ഇത് നമ്മൾ റീസെന്റ് ഒരു ക്ലയന്റിന് വേണ്ടി ബിൽഡ് ചെയ്തതാണ്. ടോട്ടൽ പ്രൈസിംഗ് വന്നേക്കുന്നത് 1,27,000 റേഞ്ച് ആണ്. 1,27,000 rupees. ബിക്കോസ് നമ്മളിവിടെ ഒരു 27-inch 1080p ഗെയിമിംഗ് മോണിറ്ററും ഒരു UPS ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ഇതെല്ലാം കൂടി 1,27,000 ആണ്. ഓൺലി പി സിയുടെ കോസ്റ്റ് വരുന്നത് അറൌണ്ട് 1,07,000 ആ റേഞ്ച് വരും. ഇത് ഡിപ്പെൻഡ് ചെയ്യും, നിങ്ങൾ ചൂസ് ചെയ്യുന്ന സ്പെക്കിൽ ഡിപ്പെൻഡ് ചെയ്യും. ഈ സെയിം സ്പെക്ക് ഫോളോ ചെയ്യാനാണെങ്കിൽ ഇത്രയും പ്രൈസ് ആകും. ഇതിന് അങ്ങോട്ടോ ഇങ്ങോട്ടോ കുറച്ച് അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ ചെയ്ത് ചേഞ്ച് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടി പ്രൈസ് കുറയ്ക്കാൻ പറ്റും. സോ എവറിത്തിങ് ഡിപ്പെൻഡ്സ് അപ്പോൺ യുവർ കസ്റ്റമൈസേഷൻ ആൻഡ് പാർട്ട് സെലക്ഷൻ. എനിവേസ് ഈ ബിൽഡിൽ നമ്മൾ യൂസ് ചെയ്ത പാർട്സ് ഇതൊക്കെയാണ്. പ്രോസസർ Ryzen 5 7600X ആണ്. AMD ഇപ്പോഴത്തെ ഹോട്ട് സെല്ലിംഗ് മിഡ് റേഞ്ച് പ്രോസസർ ആണിത്. 6 കോഴ്സും 12 ത്രെഡ്സും ആണ് വരുന്നത് ആൻഡ് 5.2 GHz മേലെ ഈസിലി ബൂസ്റ്റ് കിട്ടും. അതുപോലെ MSI ബ്രാൻഡിന്റെ ആണ്. MSI Pro B650S Wi-Fi എന്ന മോഡൽ. Wi-Fi ബ്ലൂടൂത്ത് എല്ലാം ഓൺ ബോർഡ് വരുന്ന ഒരു മദർ ബോർഡാണ്. ATX ഫുൾ സൈസ് ATX ബോർഡ് ആണിത്. ഓൾമോസ്റ്റ് ഒരു മിഡ് ബഡ്ജറ്റ് റേഞ്ചിൽ എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു മദർ ബോർഡാണ്. ബാക്കി ടൈപ്പ് സി ഹെഡർ വരുന്നുണ്ട്. ഫ്രണ്ടിലെ ടൈപ്പ് സി ഇൻ കേസ് കേസിലുണ്ടെങ്കിലും അതിനുള്ള ഹെഡറും ഉണ്ട്. സോ പോർട്സ് ആൻഡ് ഹെഡേഴ്സ് എല്ലാത്തിലും ഇത് ഫീച്ചർ പാക്ഡ് ആണ്. മെമ്മറി നമ്മൾ ഫസ്റ്റ് ടൈം ആണ് ഈ പർട്ടിക്കുലർ ബ്രാൻഡ് അല്ലെങ്കിൽ മോഡൽ ചൂസ് ചെയ്യുന്നത്. ഏസന്റെ പ്രിഡേറ്റർ മോഡൽ വെസ്റ്റ 2 എന്ന മോഡലാണ്. ഓഫ് കോഴ്സ് DDR5 ആണ്. 2x16GB കിറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. സ്പീഡ്സ് 6000 MHz. വൈസ് അടിപൊളിയാണ് വരുന്നത്. RGB ഇലുമിനേഷൻ എല്ലാം ഡിഫ്യൂസ്ഡ്, പ്രോപ്പർ ഡിഫ്യൂസ്ഡ് ആണ്. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വലിയ ഹിക്കപ്സ് ഒന്നും ഇല്ലായിരുന്നു. ബയോസിൽ എക്സ്പോ ഫീച്ചർ എനേബിൾ ചെയ്തപ്പോൾ തന്നെ നമുക്ക് RAM 6000 MHz OC ചെയ്യാൻ ഈസിലി പറ്റിയായിരുന്നു. സ്റ്റോറേജിന് നമ്മൾ കൊടുത്തേക്കുന്നത് WD SN580 1TB NVMe SSD ആണ്. ബഡ്ജറ്റ് റേഞ്ചിൽ നല്ലൊരു Gen 4 ബേസ്ഡ് SSD ആണ്. ഈവൻ ദോ ഹയസ്റ്റ് സ്പീഡ്സ് ഒന്നും ഇല്ല, പക്ഷെ എന്നാലും ഓക്കെ ആണ്. NVMe SSDയുടെ പ്രൈസസ് നമുക്കറിയാം നല്ല രീതിയിൽ തന്നെ കൂടി നിൽക്കുകയാണ്. 7000 Mbps കിട്ടുന്നതൊക്കെ ആണെങ്കിൽ നമുക്കൊരു 8000 ആ റേഞ്ച് ഒക്കെയാണ്. അത്യാവശ്യം നല്ല ബ്രാൻഡ്. സോ ഈ പ്രൈസ് റേഞ്ചിൽ WD ബ്രാൻഡിന്റെ SN580 കുഴപ്പമൊന്നുമില്ല. CPU കൂളർ നമ്മൾ ഇവിടെ യൂസ് ചെയ്തേക്കുന്നത് MSIയുടെ MAG Core Liquid M360 എന്ന 360mm ഓൾ ഇൻ വൺ ലിക്വിഡ് കൂളർ ആണ്. ഇതും നമ്മൾ ഫസ്റ്റ് ടൈം ആണ് യൂസ് ചെയ്യുന്നത്. MSIയുടെ ഈ ഒരു ലുക്ക് കൈൻഡ് ഓഫ് നല്ലൊരു സിമ്പിൾ ആയിട്ടുള്ള ലുക്കാണ്. ഇതിൽ ഇൻ കേസ് നിങ്ങൾക്ക് പ്രൈസ് കുറയ്ക്കണമെങ്കിൽ ഡീപ് കൂളിന്റെ LE520 മോഡൽ നോക്കാം. 240mm ലിക്വിഡ് കൂളർ. ക്യാബിനറ്റ് ആൻടെക് ബ്രാൻഡിന്റെയാണ് AX90 മോഡൽ. നല്ലൊരു കോമ്പാക്ട് വെൽ ബിൽറ്റ് ക്യാബിനറ്റ് ആണ് 5000 റേഞ്ചിൽ. ഫ്രണ്ടിലും റിയറിലും ഇൻക്ലൂഡ് ചെയ്ത് നമുക്ക് ടോട്ടൽ 4 ARGB ഫാൻസ് വരുന്നുണ്ട്. അത് മാത്രമല്ല ഇതിൽ ചെറിയൊരു ARGB ഹബ്ബും കൊടുത്തിട്ടുണ്ട്. സോ എക്സ്ട്രാ ഫാൻസ് അല്ലെങ്കിൽ എക്സ്ട്രാ ARGB എന്തെങ്കിലും കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. പവർ സപ്ലൈ ഗിഗാബൈറ്റിന്റെ ആണ്. ഡോണ്ട് വറി, പൊട്ടിത്തെറിക്കുന്ന മോഡലൊന്നുമല്ല. ഇത് പുതിയ മോഡലാണ്. UD സീരീസ്, അൾട്രാ ഡ്യൂറബിൾ സീരീസിലെ ഗിഗാബൈറ്റിന്റെ UD 750 മോഡൽ. 80+ ഗോൾഡ് റേറ്റഡ് പവർ സപ്ലൈ ആണ്. കംപ്ലീറ്റ്ലി മോഡുലാർ പവർ സപ്ലൈ. ആൻഡ് ഡോണ്ട് വറി, ഈ പവർ സപ്ലൈ സീരീസിന് ഇതുവരെ അങ്ങനെ ഇഷ്യൂസ് ഒന്നും നോട്ടീസ് ചെയ്തിട്ടില്ല. ഗിഗാബൈറ്റിന്റെ പഴയ P സീരീസ് പവർ സപ്ലൈസ് ആയിരുന്നു പൊട്ടിത്തെറിച്ച് അല്ലെങ്കിൽ ആ ഇഷ്യൂ ഉണ്ടായത്. ആൻഡ് ഫൈനലി ഗ്രാഫിക്സ് കാർഡ് നമ്മൾ ഇവിടെ യൂസ്ഡ് ആണ് കൊടുത്തേക്കുന്നത്. RTX 3080 ആണ്. ഗാലാക്സിന്റെ മോഡൽ. ഗാലാക്സിന്റെ RTX 3080 SG മോഡൽ 10GB വേരിയന്റ്. 3 ഫാൻ ഡിസൈൻ ആണ് ആൻഡ് 3 ഫാൻസും RGB ആണ്. ആൻഡ് ഓൾസോ നമുക്ക് മദർ ബോർഡ് ത്രൂ കൺട്രോൾ ആൻഡ് സിങ്കും ചെയ്യാൻ പറ്റും. സോ ഇതാണ് ടോട്ടൽ സ്പെക്. ആൻഡ് മോണിറ്റർ നമ്മൾ കൊടുത്തത് വ്യൂസോണിക്കിന്റെ VX2779 HD Pro 27 ഇഞ്ചിന്റെ ഫുൾ HD IPS ആൻഡ് APC ബ്രാൻഡിന്റെ BX1100 1100 VA ഒരു ബാക്കപ്പ് UPS കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ടോട്ടൽ പ്രൈസ് ആണ് 1,27,000. മാർച്ച് മന്തിന്റെ പ്രൈസിംഗ് ആണ്. നിങ്ങൾ ഇൻ കേസ് ബിൽഡ് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ എപ്പോഴാണ് ബിൽഡ് ചെയ്യുന്നത് അതിനനുസരിച്ച് പ്രൈസസ് വേരി ചെയ്യും.
PC പെർഫോമൻസ് അടിപൊളി തന്നെയാണ്. 1440p റെസൊല്യൂഷൻ ഗെയിമിംഗിന് നമുക്ക് യൂസ് ചെയ്യാം. 3080 GPU ആൻഡ് 7600Xന്റെ കോമ്പിനേഷൻ ആയതുകൊണ്ട് തന്നെ ഒരു കുഴപ്പമില്ല. 1 lakh റേഞ്ച് ആണ് ബഡ്ജറ്റ് എങ്കിൽ 7600Xും RTX 3080 ഇൻ കേസ് NVIDIA GPU ആണ് നോക്കുന്നതെങ്കിൽ RTX 3080 വെച്ചിട്ടുള്ള ബിൽഡ്സ് നമുക്ക് ഈസിലി ചെയ്യാം. ഇതിൽ ബഡ്ജറ്റ് കുറച്ചും കൂടി കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് PSU ഡീപ്കൂൾഡ് PK750 80+ ബ്രോൺസ് റേറ്റഡ് PSU നോക്കാം. സോ കുറച്ചൊന്ന് ബഡ്ജറ്റ് കുറയും. അതേപോലെ കൂളറും നിങ്ങൾക്ക് ഒരു 240mm ലിക്വിഡ് കൂളർ ആണെങ്കിലും ചൂസ് ചെയ്യാം. അല്ലെങ്കിൽ അത്യാവശ്യം നല്ലൊരു എയർ കൂളർ നോക്കുവാണെങ്കിൽ ഒരു 3500 റേഞ്ചിൽ നമുക്ക് കുഴപ്പമില്ലാത്ത എയർ കൂളേഴ്സ് കിട്ടും. സോ അതും യൂസ് ചെയ്യാം. അങ്ങനെയും നമുക്ക് ബഡ്ജറ്റ് ഒന്ന് കൺസ്ട്രെയിൻ ചെയ്യാൻ പറ്റും. സോ ഓവറോൾ നമുക്കൊരു 1 lakh റേഞ്ചിൽ നിങ്ങൾക്ക് ഇൻ കേസ് നോക്കുന്നുണ്ടെങ്കിൽ ഇതേ സിമിലർ ടൈപ്പ് ബിൽഡ്സ് നമുക്ക് ചെയ്യാം. സോ വൺസ് അഗൈൻ അതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ആൻഡ് ഓൾസോ ഇൻസ്റ്റയിൽ ഇൻ കേസ് ഫോളോ ചെയ്യുന്നില്ലെങ്കിലും ഇൻസ്റ്റയിൽ നമ്മൾ റീൽസ് ഇപ്പം കുറച്ച് കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. സോ അവിടെയും ഫോളോ ചെയ്യാം. PC ബിൽഡ്സ് ആവശ്യമുണ്ടെങ്കിൽ ഇതാണ് എൻ്റെ കോൺടാക്ട് നമ്പർ. അടുത്തൊരു വീഡിയോയിൽ കാണാം. Till then, be positive and stay happy.